ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും അറിയാമെങ്കിലും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പലരും ജോലി തിരക്കിനിടയിലും ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം നേരത്തെ എന്ന് കരുതിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ രക്ഷാബന്ധൻ എത്തുകയാണല്ലോ. ഓഗസ്റ്റ് 9 രാജ്യത്തെ മഹത്തായ സഹോദര്യത്തിൻ്റെ സന്ദേശവുമായി രക്ഷാബന്ധൻ എത്തുകയാണ്. എല്ലാ വർഷവും ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി ദിനത്തിലാണ് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത്. ഇതൊരു പുണ്യ ഉത്സവമാണ്. ഈ വർഷം ഓഗസ്റ്റ് 9 കർക്കിടകം 24 ഇത് വരുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തെമ്പാടുമുള്ള ഇന്ത്യൻ ജനങ്ങളെ പ്രവാസികളും ഇടയിടയിലും ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് രക്ഷാബന്ധൻ. സഹോദരന്മാർ പരസ്പരം അവരുടെ സ്നേഹബന്ധം ബലപ്പെടുത്തുകയാണ് അല്ലേ. രക്ഷാബന്ധൻ പവിത്രമായ ഒരു ചടങ്ങാണ്. രക്ഷാബന്ധൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സംരക്ഷണം എന്നാണ്. നിൻ്റെ എല്ലാ സംരക്ഷണവും ഞാൻ എല്ലാ രീതിയിലും ഏറ്റെടുക്കുന്നു, നിന്നെ ഞാൻ സംരക്ഷിക്കും എന്നതിൻ്റെ പ്രതീകമായി പരസ്പരം സഹോദരൻ അല്ലെ സഹോദരി പരസ്പരം കെട്ടുന്ന ആ ചടങ്ങാണ് രക്ഷാബന്ധൻ. സഹോദരി അത് കെട്ടിക്കൊടുക്കുമ്പോൾ അല്ലെ സഹോദരൻ പ്രാർത്ഥിക്കുന്നു, പരസ്പരം ദീർഘായുസ്സിനും ആരോഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാഖി കെട്ടുന്ന സമയത്ത് ഭാരതീയ ആചാരത്തിലുള്ള ചടങ്ങ് ഈ ദിനത്തിൽ അതിരാവിലെ കുളിച്ച് സ്ത്രീകൾ ഈശ്വരപൂജയൊക്കെ നടത്തി അതിനുശേഷം ഒരു താലത്തിൽ രാഖി, പല വർണ്ണങ്ങളിലുള്ള രാഖികളുണ്ടല്ലേ, പല രീതിയിലുള്ള മുത്തുപതിച്ചതും കല്ല് പതിച്ചതും ഒക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് വാങ്ങും. എന്നിട്ട് ആ രാഖി, ദീപം, മധുരപലഹാരങ്ങൾ, കുങ്കുമം എന്നിവ ഒരു തട്ടത്തിൽ വെച്ച് സഹോദരൻ്റെ അടുക്കലെത്തി ആരതി ഒഴിഞ്ഞ് സഹോദരനെ കുങ്കുമം ചാർത്തി വലത്തെ കൈയിൽ ഈ രക്ഷാസൂത്രം കെട്ടിക്കൊടുക്കും. സഹോദരൻ രാഖി ബന്ധിച്ച സഹോദരിയെ സംരക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യും. എന്നിട്ട് സഹോദരിക്ക് പാരിതോഷികങ്ങളൊക്കെ സമ്മാനിക്കും. ശേഷം അങ്ങനെയാണ് ഈ ചടങ്ങ് സമാപിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ സമയം രാവിലെയാണെന്നാണ് ഉചിതമെന്നാണ് പറയുന്നത്. അതിന് സാധിക്കാത്തവർ സന്ധ്യാസമയം തിരഞ്ഞെടുക്കാം. ഉച്ചയ്ക്ക് നല്ലതല്ല എന്നും പറയപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും രാവിലെയാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആവണിയോട്ടം എന്ന പേരിലും അറിയപ്പെടുന്നു. അന്ന് ഗായത്രി മന്ത്രം ജപിച്ചാൽ വേഗം ഫലസിദ്ധി ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. ഗായത്രി മന്ത്രം ജപിച്ചാൽ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നു. അതുപോലെ ബ്രാഹ്മണർ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന പൂണുനൂല് മാറ്റി പുതിയത് ധരിക്കുന്നു ഈ ദിവസമാണ്. ഇതിനെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. വിഷ്ണു പുരാണത്തിൽ പറയുന്ന ഒരു കഥ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. അത് വായിച്ചതാണ്. വിഷ്ണുഭക്തനായ ബലിചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ രക്ഷ ഏറ്റെടുക്കണമെന്ന് വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കും. ഭഗവത് ഭക്തനായ ബലിയുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വൈകുണ്ഠത്തു നിന്നും നേരെ ഭക്തൻ്റെ അടുക്കലെത്തും, ഭക്തൻ്റെ കർത്തവ്യം നിർവഹിക്കാനായിട്ട്. ഇതിൽ ദുഃഖിതയായ ലക്ഷ്മീദേവി തന്നെ തനിച്ചാക്കി ഭഗവാൻ പോയ ആ ദുഃഖത്തിൽ ലക്ഷ്മീദേവി ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിൽ ബലിയുടെ അടുക്കലെത്തും. എന്നിട്ട് പറയും, എനിക്ക് അങ്ങ് സംരക്ഷണം നൽകണം എന്ന് ബലിയോട് ആവശ്യപ്പെടും. ബലി സന്തോഷത്തോടെ സമ്മതിച്ചു, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. അത് ഒരു ശ്രാവണ പൗർണമി ദിനത്തിലായിരുന്നു. ചക്രവർത്തിയായ ബലിയുടെ കയ്യിൽ ലക്ഷ്മീദേവി ഒരു വർണ്ണനൂല് കെട്ടി ആ ചടങ്ങ് നടത്തി. എന്നിട്ട് പറയും, അങ്ങൻ്റെ സഹോദരനാണ്, എന്നെ അങ്ങ് സംരക്ഷിക്കണം. ഞാൻ വന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്, എൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയിക്കും. ഞാൻ ലക്ഷ്മീദേവിയാണ്, എൻ്റെ ഭർത്താവായ വിഷ്ണു എന്നെ വിട്ടിട്ട അങ്ങയുടെ സംരക്ഷണത്തിനായി വന്നിരിക്കുന്നു. വിഷ്ണു ഭഗവാനെ എൻ്റെ കൂടെ അയക്കണം എന്ന് പറയും. ബലിയുടെ ഹൃദയം ഒരു ലോല ഹൃദയമാണ്. വളരെ കരുണയുള്ള ആളാണ് ബലി ഭഗവാനോട് പറയുകയാണ്, മാപ്പ് പറഞ്ഞാണ് പറയുന്നത്, അപേക്ഷിക്കുകയാണ് ബലി ഭഗവാനോട്. ബലി വിളിച്ചിട്ടല്ലേ ഭഗവാൻ ഇവിടെ എത്തിയത്, അതുകൊണ്ട് ബലിയോട് അപേക്ഷിക്കുകയാണ്, അങ്ങ് ദേവിയോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് എൻ്റെ ഒരു അപേക്ഷയാണെന്ന്. അങ്ങനെ ഒരു കഥയും, അങ്ങനെ മഹാവിഷ്ണു ദേവിയോടൊപ്പം തിരിച്ചുപോയി എന്ന ഒരു കഥയും കേട്ടിട്ടുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ രക്ഷാബന്ധനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ
പറഞ്ഞത്. നൂല് കെട്ടുന്നത് ഒരാഘോഷം മാത്രമല്ല, സഹോദരിയും സഹോദരനും തൻ്റെ വിശുദ്ധമായ സ്നേഹബന്ധത്തിൻ്റെ ഓർമ്മകളും വികാരങ്ങളും ബാല്യകാല സ്മരണകളുമൊക്കെ ഒരുമിച്ച് പങ്കുവെക്കുകയും ഞാൻ നിൻ്റെ ഒപ്പം എന്നും കാണുമെന്ന് ഉള്ള പവിത്രമായ ഒരു ബന്ധത്തിൻ്റെ സൂചന കൂടിയാണ്. അല്ലാതെ വെറും ഒരു നൂല് കെട്ടുക എന്നുള്ളത് മാത്രമല്ല. എത്ര ദൂരെ ആയാലും നമ്മളെപ്പോഴും ഒന്നാണ്. ആ പഴയകാല ഓർമ്മകളൊക്കെ പങ്കിടുന്നു. എത്താൻ പറ്റാത്തവരെ അവരെ ഓർമ്മകൾ ഷെയർ ചെയ്യുകയാണ്. ആ ഒരവസരം കൂടിയാണ് ഇത്. രണ്ട് ഹൃദയങ്ങളും ഒന്നാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ് ഈ രാഖി കെട്ടുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ഈ വർഷം രാഖി സഹോദരൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോൾ സഹോദരൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തിരിച്ച് നമ്മളുടെ സ്നേഹബന്ധം എന്നും ഇതുപോലെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും തുടർന്ന് കൊണ്ടുപോകണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കെട്ടാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇത്തവണ എല്ലാവരും ഈ രാഖി കെട്ടുന്ന കഴിഞ്ഞ് ആ ദിവസം ഗായത്രി മന്ത്രം ജപിക്കുകയും ചെയ്യണം. ആവണിയവട്ടം ഉള്ള ആ പൗർണമി ദിനത്തിൽ നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ പുണ്യമാണ്. നിങ്ങൾ മറക്കാതെ അതും ജപിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാം ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടാകണം. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.